ഞാൻ ചില ദിവസങ്ങൾ മമ്മൂക്കയുടെ ഷൂട്ട് എന്ന് പറയുമ്പോൾ എത്ര നൈറ്റ് ആയെങ്കിലും ഷൂട്ട് തുടങ്ങിയ സമയത്തുള്ള എനർജി തന്നെ തീരുമ്പോഴും ഉണ്ടാവും. പിന്നെ കമ്മിറ്റ്മെൻറ്റ്, ഇത്രയും സീനിയേഴ്സാണ് അവർ 5-10 മിനിറ്റ് ലേറ്റ് ആയെന്ന് വെച്ചാൽ ആരും ഒന്നും പറയാൻ പോണില്ല. ഇപ്പോൾ രാവിലെ 8 മണിക്കാണ് ഷോട്ടെങ്കിൽ അവർ 7:55 റെഡി ആയിട്ട് അവിടെ ഉണ്ട്. അത് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ദിവസം ഷൂട്ടിങ്ങിന് ഹൃദയത്തിലത്തെ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിനീതേട്ടൻ ഉണ്ടായിരുന്നു, പ്രണവ് ഉണ്ടായിരുന്നു, ഹൃദയത്തിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. ഹൃദയത്തിലത്തെ എല്ലാവരും അതിനകത്ത് ചെറിയൊരു ഭാഗമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടാണ് മിഥുൻ ചേട്ടൻ പറഞ്ഞത്. ഏറ്റവും സിമ്പിൾ, ഒരു ചെറിയ കൊച്ചിന് വരെ മനസ്സിലാവുക അദ്ദേഹത്തിന്റെ ബ്രീഫ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്നോ, ഞാൻ ആദ്യം പോയിട്ട് റേറ്റിംഗ് നോക്കും, അതിൻ്റെ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ റിവ്യൂസും കാര്യങ്ങളും നോക്കും. അപ്പോൾ റിവ്യൂ ഒരിക്കലും തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. അത് വ്യക്തിഹത്യ ആവാതിരിക്കുക, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിറമോ ശരീരമോ അങ്ങനെ വെച്ചിട്ടുള്ള റിവ്യൂ, അത് മാത്രമല്ല. ഒരു മോശം റിവ്യൂ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു നല്ല സിനിമ മോശമായി പോയിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചൊരു മോശമായ സിനിമ എത്രത്തോളം നല്ല റിവ്യൂ പറഞ്ഞാലും അതൊരിക്കലും ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുമില്ല. മമ്മൂക്ക കണ്ടിരുന്നോ, വിളിച്ചിരുന്നോ, അങ്ങനെ മമ്മൂക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇപ്പൊ തന്നെ ഞാൻ എക്സൈറ്റ്മെന്റ് പീക്കിലാണ്. ഇനി അദ്ദേഹം വിളിച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ അഡ്മിറ്റ് ഇവർക്കറിയാം ഞാൻ എന്താണെന്നല്ലോ ഇവർക്കറിയാം. ബിലാലിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഉന്നം മറന്നത് എന്നി പറന്നത് ഒന്നുകിനാക്കളെല്ലാം ഞങ്ങളോട് തുള്ളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പാട്ട് വീക്കാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമുക്ക് ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ആഡം സാബിക്. ഞാൻ ഈ സിനിമയിൽ അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു. താങ്ക് യു. ഇദ്ദേഹത്തിന് നമുക്ക് പരിചയമുണ്ട്, എന്നാലും ഞാൻ ശിവ ഹരിഹരൻ, ഇതിനകത്ത് ഡോക്ടർ ശിവകുമാർ. എൻ്റെ പേര് ശിവരാജ്. ഞാൻ ഈ സിനിമയിൽ സേവി പൊന്നൂസ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ഷെജി. ഞാൻ ഈ സിനിമയിൽ സെൽവരാജ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ജോസഫ്. ഞാനിതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ കൃഷ്ണദാസ്. പടം ഞാൻ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. ഒരു വലിയ കയ്യടിയുണ്ട് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇദ്ദേഹം മാത്രമേ ഉള്ളൂ ഒരു സിനിമ ചെയ്ത് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതെന്നല്ലേ. അപ്പം എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ഓഡീഷനിലൂടെയാണോ അതോ ഡയറക്ടർ സെലക്ഷൻ ആയിരുന്നോ, എങ്ങനെയായിരുന്നു? അല്ല, ഇതിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ജോയ്, നമ്മൾ അനിയന്ത്രിയുടെ ഒക്കെ ഡയറക്ടർ പ്രിൻസ് ജോയ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് പ്രിൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു വിളി വരുന്നത്. നമ്മളിതൊരു ഓഡീഷന് പോയിട്ട് കുറേ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വന്നു, മിഥുൻ ചേട്ടൻ്റെ ഒരു ഫിലിമിൽ എങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി മീറ്റ് ചെയ്തു. അങ്ങനെയാണ് ഓസ്ലറിലേക്ക് ഇന്നാവുന്നത്. എൻ്റെ ഒരു പ്രോസസ്സാണ്. സിനിമ അന്വേഷിച്ച് നടക്കുന്ന ഒരു നടപ്പിൽ ജീവിതത്തിൽ സംഭവിച്ച എന്താ പറയുക, ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടെ എന്താ പറയുക, ഞാൻ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് തന്നെ കാസ്റ്റിംഗ് എന്ന് ക്രിയേറ്റീവ് ഡയറക്ടർ പ്രിൻസ് ചേട്ടനാണ്. പ്രിൻസ് ചേട്ടനിലേക്ക് എത്തിച്ചത് സനീഷ് ചേട്ടൻ. പ്രിൻസ് ചേട്ടൻ വഴി മിഥുൻ ചേട്ടനിലേക്ക് എത്തുന്നു. മിഥുൻ ചേട്ടൻ ഫോട്ടോയും പിന്നെ ചെയ്ത ഷോർട്ട് ഫിലിംസും പെർഫോമൻസ് വീഡിയോസും മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തത്. അങ്ങനെ ഒരു 2-3 വീക്സിൻ്റെ ഒരു ഗ്യാപ്പിൽ സെലക്ട് ആയെന്നൊരു വാർത്ത വരുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി, എന്തായാലും അതിന്റെ സർപ്രൈസ് എല്ലാം പൊട്ടി തുടങ്ങി, പോസ്റ്റർ വരെ വന്നു തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഞാൻ എബ്രഹാം ഓസ്ലർ സിനിമയിൽ ഞാൻ മമ്മൂക്കയുടെ ചെറുപ്പകാലം അലക്സാണ്ടർ എന്നൊരു ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഇങ്ങനൊരു അവസരം ഇത്രയും നല്ലൊരു സിനിമയിൽ, നല്ലൊരു ബാനറിൽ, നല്ലൊരു ഡയറക്ടറുടെ കീഴിൽ ഇങ്ങനൊരു സിനിമ ചെയ്യാൻ സാധിച്ച ഒരുപാട് ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരുപാട് സന്തോഷം. നല്ല നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എന്താ പറയുക, ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് ആ പീക്കിൽ തന്നെയാണ്, ഇപ്പോൾ എക്സൈറ്റ്മെന്റ് പീക്കിൽ തന്നെയാണ് ഇപ്പോഴും. അത് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ഇതിൽ തന്നെയാണ്. ഇപ്പൊ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് വെക്കുന്നു എല്ലാവരും, ആദ്യം കണ്ടതിനേക്കഴിഞ്ഞ് കുറച്ചുകൂടെ. ഞാൻ ചോദിക്കുന്നത്, മമ്മൂക്കാടെ ഒരു ചെറുപ്പകാലമാണ് ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ പേടി. അത്രയും വലിയൊരു മനുഷ്യൻ്റെ ചെറുപ്പകാലം ചെയ്യുക, അത് ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ടാസ്ക്കാണ്. കാരണം അദ്ദേഹം എത്രത്തോളം നല്ലൊരു ആർട്ടിസ്റ്റാണെന്നും എത്രത്തോളം നല്ല പെർഫോം ചെയ്യുമെന്നും
ഞാൻ ഉൾപ്പെടുന്ന ഏതൊരു ഓഡിയൻസിനും എല്ലാ ഓഡിയൻസിനും അറിയാവുന്നതാണ്. ഈസ് എ ലെജൻഡറി ആക്ടർ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഒരു യങ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ആളുകളെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കൺവിൻസ് ആയില്ലെങ്കിൽ അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഇവനെ കൊണ്ടുവന്നിട്ടല്ലോ ആ ഒരു പഴി എന്താ പറയുക, എന്നെ ഈ സിനിമയിലേക്ക് എടുത്ത ആളുകൾ കേൾക്കുക എന്നുള്ളത് തന്നെ അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് കരുതിയോ? ഉത്തരവാദിത്വം തന്നെ ആയിരുന്നു. പിന്നെ അത് ആ ഉത്തരവാദിത്വം അത് നടപ്പിലാക്കുവാനായിട്ട് മിഥുൻ ചേട്ടന് ആശാന് ഓൾറെഡി ഒരു പ്ലാൻ, ഒരു വിഷനുണ്ട്. യങ് അലക്സാണ്ടർ എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ അവൻ എങ്ങനെ സംസാരിക്കണം, മൊത്തത്തിലൊരു വിഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കറക്റ്റായിട്ട് ഡയറക്റ്റ് ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് വഴി കാണിച്ചു തരും. അപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1/3 കുറച്ചോ അല്ലെങ്കിൽ കുറഞ്ഞെങ്കിൽ 1/3 കൂട്ടിക്കോ, ഇത് കറക്റ്റ് എന്താ ഇൻസ്ട്രക്ഷൻസ് തരും അവിടെ നിന്ന്. പിന്നെ ഈ പറയുന്ന പോലെ പ്രിൻസ് ചേട്ടൻ, രജി ചേട്ടൻ, അലൻ ചേട്ടൻ, ബേസിലേട്ടൻ, ഇവരൊക്കെ നമ്മളെ രാത്രി റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ഇവരുടെ റൂമിൽ കൂടും. പിറ്റേ ദിവസം സീൻ ഡിസ്കസ് ചെയ്യാനും അങ്ങനെ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ റൂമിൽ കൂടും. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന സീൻ എത്രത്തോളം നന്നാക്കി എടുക്കാമോ അത്രത്തോളം നന്നാക്കി എടുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹവും നമ്മളോട് കാണിക്കുന്ന ഒരു കരുതലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ആകെ തിരിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇവരെ മോശം പറയിപ്പിക്കാതിരിക്കുക, ഇവരോട് 100% ജസ്റ്റിസ് കാണിക്കുക, നമുക്ക് എന്നിട്ടുള്ള അവർ ആഗ്രഹിക്കുന്ന പോലെ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഹൃദയത്തിന് ശേഷം വരുന്ന ഒരു മുഴുനീള ക്യാരക്ടറുള്ള സിനിമ, അതും മമ്മൂക്കയ്ക്കും ജയറാമേട്ടനും ഒപ്പം, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും. ഇന്ന് സിനിമ ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഒരു ഈ ഡ്രീം കം ട്രൂ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം ഉണ്ടാവില്ല. ഇത്രയും ഇതിനകത്ത് ഇല്ലാത്ത വലിയ പേരുകളില്ല. ഇപ്പം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ അത്രയ്ക്ക് വലിയൊരു ഡയറക്ടർ, ജയറാമേട്ടൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതിലേക്ക് വരുന്നു, മമ്മൂക്ക, ജഗദീഷ് ചേട്ടൻ, തേനീശ്വർ സാർ ക്യാമറ, അങ്ങനെ ഭയങ്കര വലിയ വലിയ പേരുകളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം കിട്ടിയപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ലതാവണം. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഇന്ന് സിനിമ റിലീസായപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇരട്ടി സന്തോഷവും. നമ്മളെല്ലാവരെയും ഇപ്പം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നടൻ്റെ ചെറുപ്പകാലം, അതായത് കോമഡി ചെയ്ത് പിന്നെ ഇപ്പം സീരീസിലേക്ക് വന്നിരിക്കുന്ന ജഗദീഷ് ചേട്ടൻ്റെ ചെറുപ്പകാലമാണ്. എന്താണ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യിച്ച ഫാക്ടർ എന്തായിരുന്നു? അതെ, ഈ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുക്കാൻ എന്നെ സത്യം പറഞ്ഞാൽ ഒരു കഥാപാത്രം നടനെയാണ് തിരഞ്ഞെടുക്കുക. അപ്പം ഞാൻ എത്തിച്ചേർന്നതാണ്. എന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ഒരു മെയിൻ ഒരാളാണ് പ്രിൻസ് ജോയ്. അദ്ദേഹമാണ് നമ്മളെയൊക്കെ പിക്ക് ചെയ്തേക്കണത്. അപ്പോൾ മിഥുൻ ചേട്ടൻ ഈ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ കഥാപാത്രം ജഗദീഷ് ചേട്ടനെ ചെറുപ്പം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഈ പറഞ്ഞ പോലെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ, നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ആക്ടേഴ്സിൻ്റെ എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ ഉറപ്പായിട്ടും അതും നല്ലൊരു കഥാപാത്രവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥാപാത്രം. അപ്പം അത് ചെയ്യുമ്പോൾ അത്ര ഉത്തരവാദിത്തോടെ ചെയ്യണം എന്നുള്ള വാശി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ വാശി അതിങ്ങനെ ചൂടാക്കി നിർത്തലായിരുന്നു നമ്മുടെ മൊത്തം ഡയറക്ഷൻ ടീം. ഇപ്പം ഞാൻ ആക്ട് ലാബ് എന്ന് പറഞ്ഞ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയേറ്റർ ചെയ്തതാണ്. അപ്പോൾ അവിടെയുള്ള സീനിയേഴ്സ് എല്ലാവരും കൂടി പ്ലേകൾ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ പ്ലേ നന്നാവാൻ വേണ്ടി കൂടി നിന്ന് രാത്രിയും പകലും ഇല്ലാതെ, നമ്മൾ ചില ദിവസങ്ങളൊന്നും ഉറങ്ങിയിട്ടും പോലും ഇല്ല. നമ്മൾ 6 മണിക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിൽ 5 മണിക്ക് ഇറങ്ങണം. നമ്മൾ രാത്രി മൊത്തം ഇരുന്ന് എൻജോയ് ചെയ്തിട്ട്, നമ്മൾ ക്ഷീണോ ഇതൊന്നുമില്ല, നമ്മൾ അത്ര എൻജോയ് ചെയ്തിട്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടാണ് മിഥുൻ ചേട്ടൻ പറഞ്ഞത്. ഏറ്റവും സിമ്പിൾ, ഒരു ചെറിയ കൊച്ചിന് വരെ മനസ്സിലാവുക അദ്ദേഹത്തിൻ്റെ ബ്രീഫ്. ഇപ്പം എൻ്റെ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, കുറ്റബോധം ഇല്ലാത്തൊരു മനുഷ്യൻ, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ 2ാമത്തെ സിനിമയാണ് അല്ലേ? പക്ഷെ ഇതാണ് കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടിയിരിക്കുന്ന സിനിമ. എങ്ങനെയുണ്ട് അഭിനയിച്ച്? തിയേറ്റർ റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് തന്നെയാണ്. കാരണം പലരും പല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിങ്ങിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടവർ എടുത്തു പറയുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് ഭയങ്കര നല്ല രീതിക്ക് തന്നെ ഇപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ
ഇങ്ങനത്തെ ഒരു സ്പേസിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മിഥുൻ ചേട്ടൻ നമ്മളെ പ്ലേസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി സ്കൂളായിരുന്നു. വേറെ സ്കൂളിൽ പോയിട്ട് അവിടുന്ന് എന്തൊക്കെയോ പുതിയ സംഭവങ്ങൾ പഠിച്ച ഒരു ഫീലായിരുന്നു മിഥുൻ ചേട്ടനായിട്ടുള്ള വർക്ക്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ വന്നു. നമ്മുടെ ക്യാപ്റ്റൻ ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അദ്ദേഹം ഭയങ്കര കൂളായതുകൊണ്ട് നമുക്ക് നല്ല സ്പേസ് തന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാവരും ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആയിരുന്നു. ഇപ്പോൾ ഇൻക്ലൂഡിങ് സാദിഖായാലും എനിക്ക് ജോസഫിനായിട്ട് ഉള്ള കോംബോ ഇല്ല, എന്നിരുന്നാലും സെറ്റിലെല്ലാവരും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടായിട്ടും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും ഒക്കെ നല്ല രീതിക്ക് പ്ലാൻ ചെയ്തിട്ട് പോകുമ്പോൾ ചിലപ്പോൾ കോളാവാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോകും, പക്ഷെ അവിടെ എത്തുമ്പോൾ വർക്കല്ല. ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഇവിടുന്ന് പറഞ്ഞു അവിടെ തുമ്പി ചേട്ടൻ പറയും ഇതിനൊന്നുമല്ല, നമ്മൾ സീൻ വേറെ രീതിയിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ആകെ പിന്നെ ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ മനസ്സിലായി ഒന്നും പ്ലാൻ ചെയ്യണ്ട, നേരെ പോയാൽ മതി. പിന്നെ ഞങ്ങള് 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ പ്ലാൻ ചെയ്യൽ നിർത്തി അടിപൊളിയായിട്ട് പോയി. അപ്പോൾ ആ പ്രോസസ് അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. തമിഴല്ലേ കൂടുതലും യൂസ് ചെയ്യുന്നത്? തമിഴ് അറിയോ അതോ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചതാണോ? തമിഴ് എനിക്ക് ബേസിക് തമിഴ് അറിയാം. ഞാൻ പുറത്തായിരുന്നു, അപ്പൊ അവിടുത്തെ തമിഴ് ഇൻഫ്ലുവൻസ് എനിക്കുണ്ട്. ഞാൻ ബാംഗ്ലൂർ 10th കഴിഞ്ഞിട്ട് എന്റെ ഫർദർ സ്റ്റഡീസ് ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പൊ തമിഴിയൻ ഫ്രണ്ട്സ്, തമിഴ്സ് അതുപോലെ തന്നെ കന്നഡിക ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ലാംഗ്വേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് വന്നപ്പോൾ മലയാളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ തമിഴിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെ അത് തമിഴിലോട്ടിട്ട് വർക്ക് ചെയ്തു, കുറേ പേരിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ DOP അദ്ദേഹത്തിനായിട്ട് അദ്ദേഹം തെനിഷ സാർ തമിഴ്നാടാണല്ലോ. അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ ഹോം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സ്ക്രീനിൽ ഞങ്ങൾ കണ്ടു. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ചോദിക്കട്ടെ, പാട്ട് പാടുവോ? ഇല്ല. പക്ഷെ എന്ത് രസാന്നറിയാമോ ആ പാട്ട് സീനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്, പാട്ട് സീൻ എന്ന് പറയാമോന്ന് അറിയില്ല, പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ എന്ത് രസം. ഞങ്ങൾ വിചാരിച്ചു ഒറിജിനലി പാടിയതാണ്, അത് റീക്രിയേറ്റ് ചെയ്തതാണ്. അത്രയും ലിപ്സ് സിങ്ക് ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ കഥാപാത്രം ആയിട്ട് എത്തുമ്പോ ഉള്ള ഒരു എത്തുമ്പോ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂമാനമേ എന്ന സോങ്ങിന്റെ ലിറിക്സ് പഠിക്കാനാണ്. കാരണം ആ സോങ് ഫുള്ള് ലിറിക്സ് പഠിച്ചാലാണ് നമുക്ക് എല്ലാ സ്ഥലത്തും, കാരണം ഓരോ സ്ഥലത്തും പഞ്ച് ചെയ്യുന്നത് ഓരോ ലൈനായിരിക്കും സോങ്ങിന്റെ. അപ്പൊ ആ സോങ് മൊത്തം നമ്മൾ ആ ലിറിക്സ് പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത്, പിന്നെ ഇതിലൊരു ആ പഴയ ഒരു 80s കാലഘട്ടമാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അതിലത്തെ അന്നത്തെ ഗാനമേളകൾ എങ്ങനെയാണോ അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊന്നും അടിക്കുമ്പോൾ ഒരുപാട് അങ്ങനെ അന്നത്തെ കാലത്തെ ഗാനമേളയൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ടീം നമുക്ക് വലിയൊരു സപ്പോർട്ട് തന്ന് അവർ ഇങ്ങനത്തെ ഈ ഒരു മീറ്ററിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വരുമ്പോൾ വെയിറ്റ് ഒന്ന് കുറയ്ക്കേണ്ടി വന്നു. കാരണം അതിനൊരു ആ ഒരു ഏജ് ഒരു 15-16 വയസ്സാണല്ലോ. അപ്പോൾ ഒരു 10 വയസ്സും ഒരു 10 കിലോയും കുറയ്ക്കണം എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലേ? അല്ല, എന്റെ ക്യാരക്ടറിൽ വരുന്നതിന് മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലല്ലോ, നമ്മളൊരു ഒരു സ്കൂൾ ഇതാണ് കാണിക്കുന്നത്. 15-16 വയസ്സാണ്. അപ്പോൾ ഒരു 10 വയസ്സ് കുറയുക, അതേപോലെ 10 കിലോ കുറയുക, അല്ലെങ്കിൽ അത്രയും കുറച്ച് വെയിറ്റ് കുറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും വലിയ നടന്മാരിങ്ങനെ വെയിറ്റ് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇന്റർവ്യൂസിലേക്ക് കണ്ടു. അപ്പോൾ നമുക്ക് തന്നെ അത് വന്നപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് കുറച്ച് തുടങ്ങി അങ്ങനെയൊക്കെ. അതൊക്കെ വലിയൊരു മൊമെന്റ് ആണ് ലൈഫിൽ. അതൊക്കെ വലിയൊരു ആ സിനിമയില് പാട്ടുകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. റിയൽ ലൈഫില് ആക്ടർ തന്നെ ആവണമെന്നായിരുന്നു അതോ വേറെ എന്തെങ്കിലും എയിമോ കാര്യങ്ങളൊക്കെ? ആക്ടർ ആവണം തന്നെയാണ് ആഗ്രഹം. അതിപ്പോ നമ്മളിങ്ങനെ അങ്ങനെ ആയിട്ട് പറയല്ല, ഒരു സ്കൂൾ ടൈം വരെ. അപ്പൊ ആദ്യം ചെറുപ്പത്തിൽ മിമിക്രി പരിപാടിയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മേ ബി ഒരു 10th ഒക്കെ കഴിഞ്ഞ് +1 +2 ലെവലിലേക്കൊക്കെ എത്തിയപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാനാണ് നമുക്ക് ഏറ്റവും പാഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നോട്ടുള്ള ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ അതില് ഇങ്ങനെ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഓക്കെ, ഇപ്പം ഹൃദയത്തിന് ശേഷം വരുന്ന സിനിമ എന്ന് പറഞ്ഞു. പ്രണവിന്റെ ഒരു സിനിമ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം. അപ്പം എങ്ങനെയാണ്, അതിലേക്ക് ഉണ്ടോ അതോ? അല്ല, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിലത്തെ എല്ലാവരും അതിനകത്ത് ചെറിയൊരു ഭാഗമാണ്. പക്ഷെ ഹൃദയമായി അങ്ങനെ ഒന്നല്ല, അതിനെക്കുറിച്ചൊന്നും പറയാനും പറ്റില്ല. നമ്മളെല്ലാവരും വലിയ ഉണ്ടോ ഇല്ലയോ ചെറിയൊരു പോർഷനിൽ അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിനകത്ത് ക്യാരക്ടർ റോളോ അങ്ങനെയൊന്നും അല്ല, ചെറിയൊരു. അതിനുശേഷം പ്രണവിനെ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ അതായത് വർഷങ്ങൾക്ക് ശേഷം, ഇത് ചെറിയൊരു എന്ന് പറയാൻ കാരണം വർഷങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ദിവസം ഷൂട്ടിങ്ങിന് ഹൃദയത്തിലത്തെ നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിനീതേട്ടൻ ഉണ്ടായിരുന്നു, പ്രണവ് ഉണ്ടായിരുന്നു,
ഹൃദയത്തിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഗെറ്റ് ടുഗെദർ പോലെ കുറേ കാലം കഴിഞ്ഞ് കോളേജ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ട പോലെ ഒരു ഇതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിന് ഫസ്റ്റ് ദിവസം ഷൂട്ടിങ്ങിന് അങ്ങനെ ഒരു ഇത് കിട്ടി. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് ഇല്ലില്ല, പ്രതീക്ഷിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് അങ്ങനെ ക്യാരക്ടർ റോളോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഹൃദയത്തിനകത്ത് എല്ലാവരും ഒന്ന് ഇത് ഈ തുടക്കം ദിവസം ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞങ്ങളൊന്ന് പോയിന്നായിരുന്നു. പ്രണവിനെ നമ്മൾ പൊതുവെ കാണാറില്ല. ആ സിനിമയ്ക്ക് ശേഷം ഒരു 1-2 ഫോട്ടോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? വിളിക്കാറുണ്ടോ? അല്ല, പ്രണവിനെ ഈ പറഞ്ഞ പോലെ നമ്മളാരും ഫോണിൽ എനിക്ക് തോന്നുന്നു പ്രണവ് അധികം അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണെന്നുള്ളത് പൊതുവെ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഫോണിൽ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര കമ്പനിയാണ്. ഈ പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്സ്. ഹൃദയം കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് എല്ലാം അത്രയ്ക്ക് ഡീപ്പാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ ശരിക്കും കോളേജിൽ നമ്മൾ പഠിച്ചൊരു ഫീലായിരുന്നു എല്ലാവരുമായിട്ടും. അപ്പോൾ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ പ്രണവായിട്ടും കണക്റ്റഡ്. അപ്പോൾ വിനീതനാണെങ്കിലും എല്ലാവരും ടച്ചിലിരിക്കുന്ന ആൾക്കാരാണ്. അത് ആ സിനിമ കൊണ്ടുണ്ടായ ഒരു സൗഹൃദം ഇപ്പോഴും അതേപോലെ തന്നെ. ഇവിടെ മമ്മൂക്കാടെ ചെറുപ്പമാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പം മമ്മൂക്ക കണ്ടിരുന്നോ, വിളിച്ചിരുന്നോ? അങ്ങനെ മമ്മൂക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇല്ല, ചിരിക്കുന്നതല്ല. ഇപ്പൊ തന്നെ ഞാൻ എക്സൈറ്റ്മെന്റ് പീക്കിലാണ്. ഇനി അദ്ദേഹം വിളിച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ഇവർക്കറിയാം ഞാൻ എന്താണെങ്കിലും ഇവർക്കറിയാം. ഓഫ് കോഴ്സ് ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് നമ്മള് ഇപ്പൊ ജൂൺ മുതലല്ലേ, അതെ, അത്രത്തോളം എന്താ പറയുക ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ചിരിച്ചത് ഒന്ന് ക്ലിയർ ചെയ്യാം. അതായത് നമ്മള് ഈ പറഞ്ഞ മമ്മൂക്കയായിട്ടാണെങ്കിലും ജയറാമേട്ടനെ ഒടുക്കത്തെ ഫാനാണ്. നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെ നമുക്കൊന്ന് മിണ്ടണമെങ്കിൽ അത്ര സ്നേഹവും ഇഷ്ടവും കൊണ്ടാണ്. അപ്പം വിളിച്ചു കഴിഞ്ഞാലുള്ള അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അറിയാം. കേസ് വിളിക്കുകയാണെങ്കിൽ ഇക്കയുടെ എന്തായിരിക്കും ആദ്യം, മമ്മൂക്കയുടെ ആദ്യം എന്തായിരിക്കും പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാനുള്ള ഒരു പ്ലാൻ? താങ്ക് യു ഫോർ ചൂസിങ് മീ ആസ് യുവർ യങ് ക്യാരക്ടർ. അദ്ദേഹം കാരണമാണ് ഇത് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ ചൂസിങ് മീ. പിന്നെ ഇനിയും ബിലാലിലൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ല, ഒരുപാട് ഹാപ്പി ആയിരിക്കും. പിന്നെ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മളെ എന്താ പറയാ ജീവിക്കുന്നതിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരിക്കും? തനിയാവർത്തനത്തിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക വാത്സല്യത്തിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട്. അദ്ദേഹം അങ്ങനെ ആരോട് ചോദിച്ചാലും ഇപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു വെച്ചിരിക്കും. നടന വിസ്മയമാണല്ലോ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. പിന്നെ ഈ സിനിമ ഇപ്പോൾ എന്താ പറയുക ഞാൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതാണ് ഞങ്ങൾ കണക്കാക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. അത്രത്തോളം നമ്മളെ കംഫർട്ടാക്കി, അത്രത്തോളം നമ്മളെ കെയർ ചെയ്ത് ആ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ആ റൂമിൽ കൂടുന്നതും ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര താമസിച്ചാലും ഒരു 15 മിനിറ്റ് ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ കൂടിയിട്ടാണ് പിരിയാറുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആശാനോട് ബിസിൻ ചേട്ടനോടായാലും പ്രിൻസ് ചേട്ടനോടായാലും രജി ചേട്ടനോടായാലും ബേസിലേട്ടൻ ആലൻ ചേട്ടൻ അങ്ങനെ പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് തന്ന സപ്പോർട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സിനിമയുടെ റിസൾട്ട്. ഇപ്പം ഈ സിനിമയിൽ കുറേ ലെജൻഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ജയറാമേട്ടൻ, മമ്മൂക്ക, അതേപോലെ ജഗദീഷ് ചേട്ടൻ, എല്ലാവരും. നമുക്കറിയാം ഇവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മുന്നിലുണ്ട്. ഇവരുടെ ഒപ്പം അഭിനയിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ചെറുപ്പകാലം അവതരിപ്പിച്ച സമയത്ത് ഇവരിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിച്ചത്? എന്താണ് ഇപ്പോൾ ഞാൻ ചെറുപ്പം ഇപ്പോൾ കുമരകം രഘുനാഥ് സാറിൻ്റെ ചെറുപ്പമാണ് ഞാൻ ചെയ്ത ഈ ഡോക്ടർ ശിവകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജയറാമേട്ടൻ, മമ്മൂക്ക, ജഗദീഷ് ചേട്ടൻ ഇവരെയൊക്കെ പോലെ തന്നെ സീരിയൽ രംഗത്ത് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഒരു സൂപ്പർ സ്റ്റാർ പദവിയുള്ള ആളായിരുന്നു ഇദ്ദേഹം, കുമരകം രഘുനാഥ്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോടൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പമാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവർ ആ സമയത്ത് കാണുന്ന സീരിയലിൽ മുഴുവൻ ഇദ്ദേഹമാണ് എന്നായിരുന്നു. അതുപോലെ തന്നെ ബോബൻ ചേട്ടൻ, ബോബൻ ആലമ്പൂടൻ, നിറത്തിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂടെ നമ്മൾ കണ്ട് എന്താ പറയുക വളർന്ന് നമുക്ക് അവരെ അറിയാം, അവർക്ക് നമ്മളറിയില്ല എന്നുള്ളത് പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരം ഇവിടെ ടി വിയിലൊക്കെ കാണുന്നതാണല്ലോ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ചില ദിവസങ്ങൾ മമ്മൂക്കയുടെ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നൈറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ എനർജി ഇപ്പം എത്ര നൈറ്റ് ആയെങ്കിലും ആ ഷൂട്ട് തുടങ്ങിയ സമയത്തുള്ള എനർജി തന്നെ തീരുമ്പോഴും ഉണ്ടാവും. പിന്നെ കമ്മിറ്റ്മെൻറ്റ്, ലൊക്കേഷനിൽ വരുന്ന ടൈമിങ്, ഈ നമ്മൾ ഞാൻ കണ്ടു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്
സെറ്റിൽ വരുന്ന ടൈമൊക്കെ ഇത്രയും സീനിയേഴ്സാണ് അവർ 5-10 മിനിറ്റ് ലേറ്റ് ആയെന്ന് വെച്ചാൽ ആരും ഒന്നും പറയാൻ പോണില്ല. പക്ഷെ അവർ ആ ഒരു ഇപ്പോൾ രാവിലെ 8 മണിക്കാണ് ഷോട്ടെങ്കിൽ അവർ 7:55 റെഡി ആയിട്ട് അവിടെ ഉണ്ട്. അത് ശരിക്കും ഞങ്ങളെപ്പോലുള്ള ആക്ടേഴ്സ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ലൊക്കേഷനിൽ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിട്ട് ഷോട്ടിന് റെഡി ആയിട്ട് അവരവിടെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി സീനിയേഴ്സുള്ള ആക്ടറിൻ്റെ. ഇപ്പോൾ ഞാൻ പിന്നെ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള എന്താ പറയുക, അവരുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. പിന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ഒബ്സർവ് ചെയ്ത് തന്നെ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ടാകും ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾക്ക്. ഇതൊക്കെ തന്നെയായിരുന്നു ലേണിംഗ് എക്സ്പീരിയൻസ്. പിന്നെ മമ്മൂക്കാടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇത്രയും സീനിയർ ആക്ടറാണ്. എന്താ പറയുക, എന്നിട്ടും ആ ഒരു ആർത്തി, അതായത് എത്ര ലേറ്റ് ആയാലും ആ വരുമ്പോൾ എനർജി തന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ തീരുമ്പോൾ വരെ കൊണ്ട് അപ്പോഴും ആ ഷൂട്ട് തീരുമ്പോഴും അദ്ദേഹം ആ എനർജിയോടെ തന്നെ ആയിരിക്കും പുറത്തു പോവുക. അതെനിക്ക് ഭയങ്കര എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു. നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് മുന്നേ ബിഹൈൻഡ് ദ ക്യാമിൽ സംസാരിച്ചത് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂവിനെ പറ്റിയാണ്. അപ്പം ഒരു ന്യൂ കമേഴ്സ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു റിവ്യൂ, അശ്വന്ത് ഗോക്ക് പോലുള്ള റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂവിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഭയം തോന്നിയിരുന്നു ഈ സിനിമയെ അവരെങ്ങനെ കാണുമെന്ന് ഭയം തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. ഒരു സിനിമയിലെങ്കിലും ഏൽപ്പിച്ചിട്ട് നടൻ ആയത് ഇന്നാണ്. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ സിനിമ ആസ്വാദകനായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പറയുകയാണ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം, നമ്മൾ ആദ്യം എന്ത് നോക്കും? ഞാൻ ആദ്യം പോയിട്ട് റേറ്റിംഗ് നോക്കും, അതിൻ്റെ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ റിവ്യൂസും കാര്യങ്ങളും നോക്കും. അപ്പോൾ ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യം, റിവ്യൂ ഒരിക്കലും തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് വ്യക്തിഹത്യാവാതിരിക്കുക. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളുടെ നിറമോ ശരീരമോ അങ്ങനെ വെച്ചിട്ടുള്ള റിവ്യൂ, അത് മാത്രമേ. അല്ലാതെ ഇപ്പോഴത്തെ എക്സ്പെൻസ് നമുക്കറിയാലോ തിയേറ്ററിൽ പോകുന്നതിൻ്റെ ഉള്ളത്. അപ്പോൾ ആളുകൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റ്, ആ പൈസ അവർ കൊടുക്കുന്ന പൈസ അത് വെർത്തായിരിക്കണം. അവരെ എൻ്റർടൈൻ ചെയ്യിച്ചിരിക്കണം ആ സിനിമ. അപ്പോൾ ആളുകൾ എന്തായാലും നോക്കിയിരിക്കും ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ കാണാൻ പോകുന്ന സിനിമ നല്ലതാണോ അല്ലയോ എന്നുള്ളത് നോക്കിയപ്പോൾ പ്രേക്ഷകരാണ്. ഇപ്പോൾ ഒരു മോശം റിവ്യൂ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു നല്ല സിനിമ മോശമായി പോയിട്ടില്ല ഇതുവരെ. എന്ന് വെച്ചൊരു മോശമായ സിനിമ എത്രത്തോളം നല്ല റിവ്യൂ പറഞ്ഞാലും അതൊരിക്കലും ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുമില്ല. അപ്പോൾ 2018 ഒരു എക്സാമ്പിളാണ്. ഒരു ഹൈപ്പും ഇല്ലാതെ വന്നൊരു പടം, പക്ഷെ ആ പടം എത്രത്തോളം കളക്ട് ചെയ്തെന്നും എത്രത്തോളം ജനഹൃദയങ്ങളിൽ എത്തിയെന്നും നമുക്കറിയാം. അപ്പോൾ റിവ്യൂവിങ്ങിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ വ്യക്തിഹത്യ ആവാതിരിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, നല്ലൊരു കാര്യമാണത്. അത് ലിമിറ്റ് കടന്നു പോകാതിരിക്കുക. താങ്ക് യു. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് സിനിമയിൽ ഒരാളൊഴികെ. അപ്പം ശരിക്കും റിയൽ ലൈഫിൽ എന്താ ചെയ്യണേ? എന്തൊക്കെയായിരിക്കും? ജോലിയാണോ പഠിക്കുകയാണോ? ഇല്ല, ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞു. സിനിമയായിരുന്നു. ഏത് കോഴ്സാണ് ചെയ്തത്? ഞാൻ M.Com ആയിരുന്നു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ മലയാള സിനിമക്കാരേണ്ടത് എഞ്ചിനീയറിംഗ് ഒരു ക്വാളിഫിക്കേഷൻ ആണല്ലോ. അതെ ബേസിക് അപ്പോൾ അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1 വർഷം ജോലി ചെയ്തു. പിന്നെ ഇപ്പോൾ ഫുൾ ടൈം സിനിമയാണ്. ഇവിടെ ഞാൻ നാടകം ചെയ്തോണ്ട് ഞാൻ ആക്ട് ലാബ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ തിയേറ്റർ ട്രെയിനിങ് കഴിഞ്ഞാണ്. അവിടെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമകൾ കുറച്ച് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ കൊമേഴ്സ് BCom കഴിഞ്ഞതാണ്. ഞാൻ BA സൈക്കോളജി ഗ്രാജുവേറ്റ് ആയി, പഠിത്തം കഴിഞ്ഞു. BA സൈക്കോളജിയാണ്. ഇപ്പൊ ഫുള്ളായിട്ട് സിനിമയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവരൊക്കെ ആരെങ്കിലും ഹിപ്നോട്ടിസ് ചെയ്തോയിരുന്നോ? ഇല്ല ഇല്ല. ഇല്ല, അതിനിപ്പോ ഇത് പഠിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഒരാളെ മനസ്സിലായാലും കറക്റ്റ് പിടിക്കുമോ? ഞാൻ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കൂടെ പോകണമെങ്കിലും ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് കറക്റ്റ് പിടിക്കും. ഇല്ല, അത് കൂടെ കുറച്ച് നാളുണ്ടായിരുന്നല്ലോ, അപ്പൊ അവനെ ഒബ്സർവ് ചെയ്തപ്പോ അതിന് ഇത് പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ ഏതൊരു മനുഷ്യൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കഴിവാണല്ലേ. ചേച്ചിനെ എപ്പോഴും ഹാപ്പി ആയിട്ട് കണ്ടിട്ട് ഒറ്റയടിക്ക് ആളായിട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് സെൻസ് ആവില്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രൊഫഷണലി M.Com ആണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ തിയേറ്റർ നാടകം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ രംഗചേതന എന്ന് പറഞ്ഞ അവിടെ അമച്വർ തിയേറ്ററിന്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കംപ്ലീറ്റ് ആക്ടിങ്ങിലേക്ക് തന്നെ. ഈ കൂടുതൽ ആരായിരിക്കും പാട്ട് പാടുന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടി വരും. എന്നാലും തമാശ ആയിട്ടാണെങ്കിലും ജഗദീഷേട്ടനൊക്കെ എത്രയോ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോ ക്യാരക്ടർ ചെയ്ത ആൾക്ക് കുറച്ചെങ്കിലും പാട്ട് പാടണം. എല്ലാരും നിർബന്ധിക്കും. ഉന്നം മറന്നത് എണ്ണി പറന്ന് ഒന്നുകിനാക്കളെല്ലാം
ചെറുത്തു ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസ്സേ പാടും നീയും വഴിയിൽ ചീറ്റിയുണരും അത്രേ നിന്നോട് ലിപ്സിംഗ് ചെയ്യാനല്ലേ പറഞ്ഞേ? ലിപ്സിംഗ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ പുള്ളി അവന് മാത്രമേ lyrics അറിയുള്ളൂ. കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് കാര്യങ്ങള്. ഞങ്ങളോട് തുള്ളാൻ പറഞ്ഞു ഞങ്ങൾക്ക് പാട്ട് വീക്കാം. ഡാൻസ് മാത്രം അഭിനയം പറഞ്ഞു അല്ലേ സ്പോട്ടിൽ ചെയ്യാൻ. എന്നിരുന്നാലും സിനിമ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹാപ്പിനെസ് എന്നും ഉണ്ടാവട്ടെ, നല്ല നല്ല സിനിമകൾ ലഭിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.